ആ സ്റ്റോറീസെല്ലാം സെലക്ട് ചെയ്യപ്പെട്ടാലാണ് നമുക്ക് ഈ ആക്ടേഴ്സിനെ നമുക്ക് ഈ ഇരിക്കുന്ന 100-300 പേരിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യണം, അതിനെ പ്രിയോറിറ്റൈസ് ചെയ്യണം. അതൊരു ഭയങ്കര പണിയാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്തേക്ക്. അങ്ങനെ ഈ എറണാകുളം ഭാഗത്തിലുള്ള ആൾക്കാർക്ക് എറണാകുളത്ത് തിരുവനന്തപുരം, അപ്പോൾ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ്റെ കുറവുണ്ടാവും. നമ്മൾ കോസ്റ്റ് നമ്മൾ മാനേജ് ചെയ്യണമല്ലോ. അങ്ങനെ ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയുടെ എല്ലാ തത്വത്തിലും നമ്മൾ അതിനകത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. സോ അങ്ങനെയുള്ളൊരു രീതിയിലേക്കാണ് ഇതിൻ്റെ പോക്ക് മുഴുവൻ. തിയേറ്ററായിരിക്കും OTT തിയേറ്ററിലേക്ക് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. കാരണം ഞങ്ങൾ സിനിമാക്കാരല്ലേ, ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ തിയേറ്ററിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതൊരു തിയേറ്ററിലേക്ക് ഞങ്ങളിപ്പോൾ ചേംബറൊക്കെ ആയിട്ട് നമ്മൾ സുഹൃത്തുക്കളുണ്ടല്ലോ, നമ്മുടെ സിനിമ നന്നായിട്ട് വന്നാൽ തിയേറ്ററിൽ എത്തിക്കാമല്ലോ. അല്ലേ? പറ്റില്ല എന്ന് നമ്മളെന്തിനാ വിചാരിക്കണം? നമ്മളെന്തിനാ അതിനകത്ത് ഓപ്റ്റിമിസ്റ്റിക് ആവാൻ പാടില്ലേ? അല്ലാതെ നമ്മളെന്തിനാ അത് അങ്ങനെ എത്തൂല എന്ന് വിചാരിക്കണേ. പക്ഷെ പടം നന്നായിട്ട് വന്നാൽ എത്തൂലേ? എത്തും. തിയേറ്ററുണ്ട്, ഞങ്ങൾ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്യിക്കാം. അതിനുണ്ടല്ലോ ഇഷ്ടംപോലെ തിയേറ്റേഴ്സ്. ഭയങ്കര ഹിറ്റാവണം എന്നുള്ളതല്ല, ഒരു മീഡിയം റേഞ്ചിൽ ഇതിനൊരു ആവറേജ് ഉണ്ടാക്കി. കാരണം നമ്മൾ ഏതായാലും ഇത് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നോക്കുന്ന ഒരു സബ്ജക്റ്റല്ലേ. എന്ത് കിട്ടിയാലും അതിൽ തന്നെ ആവുക. ഞങ്ങളുടെ ജോബ് എക്യുപ്മെൻറ്റ്സുകൾ കൊണ്ടുവന്ന് എത്തിക്കുക, അതിന് വേണ്ട സഹകരണങ്ങളെല്ലാം ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക. ബാക്കിയുള്ളവരെല്ലാവരും പല രീതിയിലുള്ള സഹകരണങ്ങളുണ്ടാവും. അപ്പം ഞങ്ങളെ സംബന്ധിച്ചോളം അതാണ്, ഇത് നോൺ പ്രോഫിറ്റുള്ള സപ്പോർട്ടാണ് ഈ കൊച്ചി മെട്രോ. അപ്പോൾ ഞങ്ങളിവിടെ അത് ചെയ്യുന്നതിനകത്ത് എന്ത് കിട്ടിയാലും അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് തന്നെ അമ്മയുടെ ഒരു ബെനിഫിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കും, അടുത്ത സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിക്കും, ബാക്കിയുള്ള സംഘടനകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യും, എല്ലാവരുമായിട്ട് ഒരുമിച്ച് പിന്നെ ഷെയർ ചെയ്യും. ആദ്യഘട്ടങ്ങൾ കഴിഞ്ഞാൽ എല്ലാ സംഘടനകൾക്കും ബെനിഫിറ്റ് ആണ്. ഇപ്പോൾ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിന് ആഗ്രഹമുണ്ട് ഈ ഒരു മോഡൽ വിജയിച്ചാൽ ഈ ലോ കോസ്റ്റിൽ പടം എടുക്കാനായിട്ട്. ഇപ്പം ഞങ്ങളതിന് ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങൾക്ക് വന്നിട്ടുള്ള ഒരു ബാക്കപ്പ് ഓഫീസ് ഉണ്ടാക്കുന്നുണ്ട്. അത് ഹൈലി ടെക്നിക്കലായിരിക്കും, AI ബേസ്ഡ് ആയിട്ടുള്ള സപ്പോർട്ടുള്ള. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഹൈലി ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ബഡ്ജറ്റിങ്ങിനെ വളരെ സയൻറ്റിഫിക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ബാക്ക് ഓഫീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ലൈക്ക് ഫിനാൻസ് മാനേജ്മെൻറ്റ് തൊട്ട് നമ്മൾ വന്നിട്ടുള്ള ലോജിസ്റ്റിക്സിനെ എല്ലാത്തിനെയും നമ്മൾ വന്നിട്ടുള്ള വളരെ പക്കയായിട്ട് അതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സ്കൂൾ ഓഫ് മാനേജ്മെൻറ്റിലല്ല ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ ഇതിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്കറിയാം. ഞങ്ങൾ ചെയ്ത എല്ലാ ഫെസ്റ്റിവൽസും ഇപ്പം നമ്മൾ ചെയ്ത, നിങ്ങൾ ആലോചിക്കുക, ആദ്യത്തെ നമ്മൾ ചെയ്ത എല്ലാ പ്രോജക്റ്റും ഭയങ്കര ഇന്നോവേറ്റീവ് അല്ലേ. നിങ്ങളൊക്കെ ഇപ്പോൾ നോൺ ആൽക്കഹോളിക് ന്യൂ ഇയർ പാർട്ടി ഗംഭീര ഇതാണ് ചെയ്ത, ഹിറ്റായിട്ട്. അതേപോലെ 10,000 പേരെ കൊണ്ടുവന്നുള്ള ബൈക്ക് റാലി ഇവിടെ. അതേപോലെ തന്നെ IIT ഇവിടെ കൊണ്ടുവന്നിട്ട് IIT മദ്രാസിൻ്റെ ടെക് ഫെസ്റ്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക് ഫെസ്റ്റാണ്. ആ ടെക് ഫെസ്റ്റിൻ്റെ ഒരു ചെറിയ രൂപം IIT മദ്രാസുകാരെ കൊണ്ട് ഇവിടെ ചെയ്യിപ്പിച്ച്, ഇവിടെ ഫ്രീ ആയിട്ട് വന്നിട്ടുള്ള നമ്മൾ വന്ന ട്രെയിനിങ് പ്രോഗ്രാം IITക്കാരെ കൊണ്ട് ചെയ്ത് IITയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചു കൊടുത്തില്ലേ. ഇവിടുത്തെ പല പിള്ളേർക്കും സാധ്യമല്ലാത്തത് നമ്മൾ ചെയ്തു കൊടുത്തില്ലേ ഈ കൊച്ചി മെട്രോയുടെ കീഴിൽ. അതേപോലെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന മറ്റൊരു പ്രവൃത്തിയല്ല വന്നിട്ട് മാർക്കറ്റ് യുവർ ടെക് ഫെസ്റ്റ് അല്ലെങ്കിൽ യുവർ ഫെസ്റ്റ്, ക്യാമ്പസ് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോ കോളേജിലെ ലോ ഫെസ്റ്റ് ആയാലും ടെക് ഫെസ്റ്റ് ആയാലും അങ്ങനെ മെഡിക്കൽ ഫെസ്റ്റ് ആയാലും എല്ലാത്തിനെയും ക്യാമ്പസ് ചെയ്യാനായിട്ട് ഫ്ലാഷ് മോബിൻ്റെ കോമ്പറ്റീഷൻ വെച്ചു ഒബ്രോ മാളിൽ. ഭയങ്കര ജനക്കൂട്ടം സ്റ്റുഡൻസ് വന്നിട്ട് സാധനമായിരുന്നു. അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഈ ബൈക്ക് റാലി ചെയ്തത് ഈ സിന്തറ്റിക് ലഹരിക്കെതിരെയായിരുന്നു അന്ന്. നമ്മൾ അതിനുവേണ്ടി നമ്മൾ ഓരോ സിറ്റിയിലും പോയി ബൈക്ക് പ്രകടനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ റാലിയെ വിജയിപ്പിക്കാനായിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് വന്നിട്ട് ഇതുപോലത്തെ വന്നിട്ടുള്ള ഹ്യൂജ് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പല പ്രോഗ്രാമുകളും നമ്മൾ ഇതിനകത്തേക്ക് വളരെ ശ്രദ്ധാപൂർവം ചെയ്ത് വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ UAEയുടെ നാഷണൽ ഡേ ഞങ്ങൾ UAEയിലായിട്ട് നിന്നാന്നെടുത്ത് UAEയിലാണ് തുടങ്ങിയത് 2016 തൊട്ട് കൊച്ചി മെട്രോ. അപ്പോൾ UAEയുടെ നാഷണൽ ഡേ നമ്മൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് കൊണ്ടാടിയത് നമ്മളാണ്. ആക്ച്വലി UAEയുടെ നാഷണൽ ഡേ UAEക്ക് പുറത്ത് ആദ്യമായിട്ട് വലിയ രീതിയിലേക്ക് ചെയ്തത് തന്നെ അവർ ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഇന്ത്യൻ സെലിബ്രിറ്റീൻ്റെ UAE നാഷണൽ ഡേ എന്ന് പറഞ്ഞാണ് ഗവൺമെൻറ് ഒഫീഷ്യൽ റിപ്പോർട്ട് വന്നത്. അതാണ് അവിടുത്തെ എല്ലാ പത്രവും അതിനെക്കുറിച്ചിട്ട് അത് ചെയ്തു. നമ്മളൊരു 100-200 പേര് വരുന്ന ഒരു ബൈക്ക് റാലിയാണ് പാലക്കാട് സംഘടിപ്പിച്ചത്. അതേപോലെ തന്നെ അവിടെ നിന്നൊക്കെ വന്ന ആൾക്കാർ വന്ന് എംബസിയിൽ നിന്നെല്ലാം വന്ന് നമ്മളൊരു 8 മിനിറ്റുള്ള ഒരു വീഡിയോ പ്രൊഡക്ഷൻസ് ഷെയ്ഖ് സായിദിനെ കുറിച്ചിട്ടുള്ള ഒരു സാധനം ചെയ്തായിരുന്നു. ബിഗ് സല്യൂട്ട് ദാറ്റ് ഫാദർ ഓഫ് നേഷൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അത്രയധികം ഭയങ്കര സംഭവം ഇതായിരുന്നു. അതിനെ പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ ചരിത്രങ്ങളിലുള്ള മുഹൂർത്തങ്ങൾ വന്ന് അവരാണ് അതിൻ്റെ അകത്ത് റെയർ മെറ്റീരിയൽസ് തന്നെ ആ വീഡിയോ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള ഷെയ്ഖ് സായിദിൻ്റെ വന്നിട്ടുള്ള റെയർ ഫുട്ടേജുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മളൊരു പ്രോഗ്രാം നമ്മൾ ചെയ്തായിരുന്നു.
അങ്ങനെ ഞങ്ങളൊക്കെ അങ്ങനത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ ചെയ്താണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ഒരു 1-2 പ്രോഗ്രാമുകളല്ല നമ്മൾ ചെയ്തത്. എല്ലാ ക്യാമ്പസുകളിലും പോയി ഫെസ്റ്റിവൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ എല്ലാ GCC കൺട്രീസിലും നമ്മൾ വർക്ക്ഷോപ്പുകൾ ചെയ്തിട്ടുണ്ട്. അത് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. പാൻ ക്യാമ്പസ് പ്രോഗ്രാമുകൾ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ഫിലിംസുകൾ കാണിച്ചുകൊണ്ട്, ഫിലിംസുകൾ കാണിച്ചുകൊണ്ട്, ഇൻ്റർനാഷണൽ ഫിലിംസ് കാണിച്ചുകൊണ്ട്, അതിൻ്റെ ചർച്ചകൾ വെച്ചുകൊണ്ട്, അങ്ങനെ ഒരു കഴിഞ്ഞ 19 വർഷമായിട്ട് നമ്മൾ ആരെയും കൊച്ചി മെട്രോ 10 വർഷമായിട്ടും ഈ ഷോർട്ട് ഫിലിമിനെ ബേസ് ചെയ്തിട്ട് കൊണ്ടുവരികയും ഇതിനെ ഞങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ ആന്തോളജി ആക്കിയപ്പോൾ ഷോർട്ട് ഫിലിം ആയപ്പോൾ ഞങ്ങൾക്ക് പരിചിതമായ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റും. പല കാര്യം കൊണ്ട് നമ്മൾ ആലോചിച്ചിട്ട് ചെയ്യുന്നതാണ്. നമ്മൾ വളരെ എല്ലാ കാര്യത്തിനും വന്നിട്ട് വളരെ ഡീപ്പ് പ്ലാനിങ് ഉണ്ടാവും. വളരെ നാളത്തെ പ്ലാനിങ്ങിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ അത് എക്സിക്യൂട്ട് ചെയ്തെടുത്ത് വിജയിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ ഇതുവരെ എടുത്തിരിക്കുന്നതെല്ലാം നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇതിനും നമുക്ക് വന്നിട്ടുള്ളതിന് കാരണം ഇത്രയും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഹൈപ്പുള്ള ഒരു സംഭവമാണ്. ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതിപ്പോൾ വളരെയധികം ഹൈപ്പുണ്ട് ഇതിനകത്തേക്ക്. ഈ ഒരു തോട്ടിനെ എല്ലാവരും വന്നിട്ട് സന്തോഷത്തോടെയാണ് കാണുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ചോ? ഇതിലൂടെ വന്നിട്ടുള്ളതിനകത്ത് നമ്മളൊരു കൂട്ടായ്മ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ ഒരു തോന്നൽ എല്ലാവരും മൈൻഡിലേക്ക് ഉണ്ടാക്കിയില്ലേ അല്ലേ? ഇതിന് മുമ്പുണ്ടായിരുന്ന ആ ഫ്രിക്ഷൻ പെട്ടെന്ന് ഇല്ലാതായില്ലേ? ഇപ്പൊ വന്നിട്ടുള്ള ഒരു ശാന്തതയുണ്ട് അല്ലേ? മറ്റേതെന്ന് പറഞ്ഞാൽ ഇന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് അവിടെ തമ്മിൽ തന്നെ എന്താ, ഇവിടെ എന്തായി, ഇവിടെ എന്തായി എന്ന് ചോദിക്കുന്നതിന് പകരം ഇന്ന് അതല്ലല്ലോ, ഇതൊരു നിമിത്തമായിട്ട് മാറുകയാണ്. അതാണല്ലോ ഇതിൻ്റെ ഏറ്റവും വലിയ സക്സസ്. ഏറ്റവും വലിയ സക്സസ് അതിന് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഓഡിയൻസ്, നിങ്ങളാണ് ഞങ്ങളുടെ കൂടെ നിൽക്കേണ്ടത്. നമ്മൾ ഒരുമിച്ച് നമ്മുടെ കഥകൾ, നമ്മുടെ ഈ ഫാമിലി സ്റ്റോറീസ് ഇന്ന് ഈ നാടിന് ആവശ്യമാണ്. ഇന്ന് നമ്മളിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം വന്ന് നമ്മൾ വേറിട്ട് പോകുന്നതിന് പല കാരണങ്ങളുണ്ട്. നമ്മളതിനകത്തുള്ള ഈ ബന്ധങ്ങളുടെ ഇല്ലായ്മയാണ് നമുക്ക് വന്ന് പല കാര്യങ്ങൾക്കും വന്നിട്ട് വഴി തെളിച്ചിരിക്കുന്നത്. പല കാരണങ്ങളാലായിരിക്കും അത് സംഭവിച്ചതാണ്. അപ്പോൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ വന്നിട്ട് പലതാണ്, മനസ്സിലായ? ആ ആഗ്രഹങ്ങൾ നമ്മൾ വന്നിട്ടുള്ള ഒരു ലൈക്ക് വളരെ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് നമ്മൾ മാറുമ്പോൾ ഉണ്ടാവുമ്പോൾ ബന്ധങ്ങൾക്ക് കാര്യങ്ങളില്ലാതായിത്തീരും ബേസിക്കായിട്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ ആ പടത്തിൽ തന്നെ നാരായണത്തിൽ തന്നെയുണ്ട്. അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു രീതിയിലേക്ക് അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. ശരിക്കും വളരെ നാച്ചുറലായിട്ട് സ്വത്ത് തർക്കത്തിലൊക്കെ വരുന്ന ഓരോരുത്തരെ ഇടപെടൽ, ഇതെല്ലാം ഞാൻ പറഞ്ഞ ജനറേഷൻ ഗ്യാപ്പ്, ഇതൊക്കെയാണ് ഒറ്റപ്പെടുത്തുന്നത്. ആ ഒറ്റപ്പെടുത്തലുകളിൽ നിൽക്കുന്നതിനകത്തേക്ക് ഉണ്ടാകുന്നത് ഇന്ന് മാറി യഥാർത്ഥത്തിൽ അതിനെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. മലയാളിക്ക് അത് അറിയാം, മലയാളിക്ക് ഒരുമിച്ച് വരാൻ അറിയാം. മലയാളി അത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ വെള്ളപ്പൊക്കത്തിൽ കണ്ടു, അത് വയനാട് കണ്ടു, മറ്റ് എല്ലാ ലോകവും ഉറ്റുനോക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മളെ ആശ്ചര്യത്തോടെ നോക്കുന്ന രീതിയിലേക്ക് നമ്മൾ ഒത്തൊരുമിച്ച് നമ്മൾ തോളോട് തോൾ കൊടുത്ത് നമ്മൾ എന്നിട്ട് നമ്മൾ കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് നല്ല ഉറപ്പാണ് ഇപ്പോൾ നടക്കുന്ന ഈ സിന്തറ്റിക് ഡ്രഗിനോടുള്ള യുദ്ധം ഉണ്ടല്ലോ, മലയാളി തോന്നി അവരടിച്ചില്ല, അതില്ലാതാക്കും ഇവിടെ. ഇതിപ്പോഴാണ് അതിനകത്തുള്ള ഒരു സീരിയസ്നെസ് വന്നേക്കണേ. അപ്പോൾ ഇത്തരം ഫാമിലി സ്റ്റോറീസ് അതിൻ്റെ ഒരു നിമിത്തമായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഈ റൈറ്റ് ടൈമിൽ ഇത് അനൗൺസ് ചെയ്യുക, ഇതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിനകത്തേക്ക്. ഈ ഫാമിലി സ്റ്റോറീസിനെ കുറിച്ചിട്ട് ഫാമിലി സ്റ്റോറീസ് എന്നുള്ളൊരു പേര് തന്നെ ശരിക്കും വന്നിട്ട് വളരെ ഹാർട്ട് വാമിങ്, അത് തന്നെ അത് ഭയങ്കരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് അത് വന്നിട്ടുണ്ട്. ഏതാണ് അതിന് വേണ്ടി ഒരു മോറൽ കോഴ്സ് ഉണ്ട്, മലയാളികൾ അത് ഏറ്റെടുക്കട്ടെ. നേരത്തെ തീർച്ചയായിട്ടും താങ്ക് യു വെരി മച്ച്.